നമസ്കാരം. മലയാളി തനിമയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റായ ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്ന യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആരോഗ്യം നമ്മളെ സംബന്ധിച്ച് വളരെ അടിസ്ഥാന ഘടകമാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ആരോഗ്യപൂർണമായ ജീവിതത്തിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് ഈ യൂണിറ്റ് വിശകലനം ചെയ്യുന്നു. നമുക്ക് നോക്കാം ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ആരോഗ്യകരമായ ഭക്ഷണവും ആവശ്യമാണെന്ന് നമുക്കറിയാം. നാക്കിന് രസിക്കുന്നത് വയറിന് ചേരില്ല എന്ന ചൊല്ല് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ രസകരമായവയ്ക്ക് നാം പ്രാധാന്യം നൽകുന്നുണ്ട്. അവ നമ്മുടെ ആരോഗ്യത്തിന് ചേർന്നവയുമല്ല. മൂക്കും നാക്കും നമ്മുടെ ഭക്ഷണശീലങ്ങളെ സ്വാധീനിച്ചപ്പോൾ അനാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, കെമിക്കലുകൾ ചേർന്നിട്ടുള്ള വിഭവങ്ങൾ ഇവയൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായി മാറി. വില കൂടിയ ഭക്ഷണം, രുചിക്കൂട്ടുകളുടെ വൈവിധ്യം ഇവ നമ്മെ ആകർഷിക്കുമ്പോൾ നാം രോഗത്തിൻ്റെ വഴിയെ യാത്ര തുടങ്ങുകയാണ് ചെയ്യുന്നതെന്ന് നാം മനസ്സിലാകുന്നില്ല. ഇത്തരം വിഷയങ്ങൾ പല സാഹിത്യകൃതികളും ചർച്ച ചെയ്യുന്നുണ്ട്. പാശ്ചാത്യവൽക്കരണം, ആഡംബരഭ്രമം, കമ്പോളവൽക്കരണം ഇവയൊക്കെ പുതുതലമുറയുടെ ഭക്ഷണക്രമത്തെ അതിയായ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇവയിൽ നിന്ന് ആരോഗ്യത്തെ തിരികെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയാണ് ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്ന ഈ യൂണിറ്റ്. ഇനി യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നിരിക്കുന്ന ചിത്രമൊന്ന് നോക്കിയാലോ? എന്താണ് ആ ചിത്രത്തിൻ്റെ പ്രത്യേകത? ഒരു കൊളാഷാണ് തന്നിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ഒന്നിലധികം ചിത്രങ്ങൾ ചേർത്ത് വെച്ച് മറ്റൊരു ചിത്രം നിർമ്മിക്കുന്ന കലയെയാണ് നമ്മൾ കൊളാഷ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ ചിത്രത്തിൽ കാണുന്നത്? മൺപാത്രങ്ങളിൽ അടുപ്പിൽ പാചകം ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒരു സാധാരണ ഹോട്ടലും ഒരു ഫുഡ് ഡെലിവറി നടത്തുന്ന ആളും ഒരു ഫാസ്റ്റ് ഫുഡ് കടയും നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പഴയ കാലത്ത് വീടുകളിൽ മൺകൊട്ടകൾ കൊണ്ടുള്ള അടുപ്പുകൾ നിർമ്മിച്ച് മൺപാത്രങ്ങളിൽ പാചകം ചെയ്യുന്ന ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പഴയ തലമുറയിലെ ആളുകൾ ജീവിച്ചിരുന്നതും. പിന്നീട് ചെറിയ തോതിൽ ഹോട്ടലുകളിലേക്കും ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ഹോം ഡെലിവറികളിലേക്കും നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറിയിരിക്കുന്നതായി നമുക്ക് കാണാം. ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഒറ്റ ചിത്രത്തിൽ വിശകലനം ചെയ്യുന്നതായാണ് ഈ ഒരു ചിത്രം നമ്മെ മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ പരമ്പരാഗത ഭക്ഷണശീലങ്ങളിൽ നിന്ന് കാലം മാറുന്നതിനനുസരിച്ച് നാം വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. പരസ്യങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, സമൂഹമാധ്യമങ്ങൾ എന്നിവയുടെ സ്വാധീനം ഭക്ഷണ സംസ്കാരത്തെ മാറ്റിമറിച്ചപ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ ഈ യൂണിറ്റിലൂടെ വിവിധ സാഹിത്യകൃതികൾ പരിചയപ്പെടുന്നതിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നിരിക്കുന്ന വരികളൊന്ന് നോക്കാം. ഒത്തിരിയൊന്നും വേണ്ട കൊറ്റിലൊരിത്തിരിയൊത്താൽ മതിയേ മതി. എന്താണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്? ഓരോ മനുഷ്യനും ആഹാരം വേണ്ടത് ഓരോ അളവിലാണെന്ന് നമുക്കറിയാം. കൊറ്റിൽ എന്ന വാക്കിനർത്ഥം ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം ആവശ്യത്തിന് മതി എന്ന് ഈ വരികൾ പറയുന്നു. നമ്മുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചുള്ള വിവരണമാണിത്. ആവശ്യത്തിന് കഴിക്കേണ്ട ആഹാരം യാതൊരു ശ്രദ്ധയുമില്ലാതെ, മിതത്വം പാലിക്കാതെ വയറു നിറഞ്ഞാലും വലിച്ചുവാരി കഴിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും കാണാം. ആഹാരം ആരോഗ്യത്തിന് എന്ന അവസ്ഥ മാറി. കാണുന്നതെന്തും വലിച്ചുവാരി തിന്നുന്ന സമൂഹത്തിൻ്റെ പ്രവണതയെ അല്പമല്ല ഭുജിക്കുന്നു എന്ന കവിതയിലൂടെ പരിഹസിക്കുകയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയായ പഞ്ചേന്ദ്രോപാഖ്യാനത്തിലേതാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന നമ്മുടെ പാഠഭാഗം. ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ പരിചയപ്പെടാം. പ്രാചീന കവിത്രയത്തിലൊരാളായ കുഞ്ചൻ നമ്പ്യാർ കേരളത്തിൻ്റെ ജനകീയ കവിയായി അറിയപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ അദ്ദേഹം ജനിച്ചു.
1700-നും 770-നും ഇടയ്ക്കാണ് ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. അമ്പലപ്പുഴ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു. പിന്നീട് മാർത്താണ്ഡവർമ്മയോടൊപ്പം തിരുവനന്തപുരത്തെത്തി. 1770 ആണ്ടിനോടടുത്ത് മരണമടഞ്ഞു എന്നും പറയപ്പെടുന്നു. 40-ലേറെ തുള്ളൽ കൃതികൾ രചിച്ചതായി പറയുന്നുണ്ട്. രുക്മിണി സ്വയംവരം, സ്യമന്തകം, കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, പൗണ്ഡ്രകവധം, സഭാപ്രവേശം, കീചകവധം, ദക്ഷയാഗം തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ പിന്നിലെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മിഴാവ് കൊട്ടുന്ന ആളായിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഒറ്റ രാത്രി കൊണ്ട് തന്നെ തുള്ളൽ എന്ന കലാരൂപത്തെ സൃഷ്ടിച്ചെടുത്ത കഥ നമുക്കേറെ പരിചിതമായിട്ടുള്ളതാണ്. തുള്ളൽ 3 വിധമെന്ന് പറയപ്പെടുന്നു. ശീതങ്കൻ, പറയൻ, ഓട്ടൻ എന്നീ പേരുകളിലാണ് അതറിയപ്പെടുന്നത്. പഞ്ചേന്ദ്രോപാഖ്യാനം ഒരു പറയൻ തുള്ളൽ കൃതിയാണ്. പറയൻ തുള്ളലിൻ്റെ വേഷഭൂഷാദികൾക്ക് പറയരുടെ പ്രാചീന കലാരൂപങ്ങളുമായി ബന്ധമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന ആ കഥയൊന്ന് നോക്കാം. ഇന്ദ്രസേന എന്ന ദേവദാസി കുറേ നാളുകളായി ശിവനെ ധ്യാനിച്ച് തപസ് ചെയ്യുകയായിരുന്നു. അതിൽ പ്രീതനായ ശിവൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും എന്തു വരം വേണമെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഭർത്താവുണ്ടാകണമെന്ന് അവൾ മറുപടി പറയുന്നു. ഒറ്റത്തവണ പറയേണ്ടുന്നതിന് പകരം എനിക്ക് ഭർത്താവുണ്ടാകണമെന്ന് അവൾ 5 തവണ ആവർത്തിക്കുന്നു. ചോദിച്ചത് പ്രകാരം അവൾക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടാകട്ടെ എന്ന് ശിവൻ വരം നൽകുന്നു. തെറ്റുപറ്റി എന്ന് മനസ്സിലായ ഇന്ദ്രസേന താൻ ഒരു ഭർത്താവിനെയാണ് ചോദിച്ചത് എന്ന് ശിവഭഗവാനോട് പറയുകയും കൊടുത്ത വരം തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നു. ഇതിന് പരിഹാരമായി ഇന്ദ്രസേനയോട് ഗംഗാനദിയിൽ ഇറങ്ങി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദുഃഖിതയായ ഇന്ദ്രസേന ഗംഗാനദിയിൽ ഇറങ്ങി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നും ഒഴുകിയിരുന്ന കണ്ണുനീർ ഗംഗയിൽ വീഴുകയും അത് താമരപ്പൂക്കളായി ഒഴുകി നടക്കുകയും ചെയ്തതായി പറയുന്നു. താമരപ്പൂക്കൾ കണ്ട ദേവേന്ദ്രൻ ഇതിൻ്റെ ഉത്ഭവസ്ഥാനമന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഇന്ദ്രസേനയെ കണ്ടുമുട്ടുകയും അവളിൽ അനുരക്തനാവുകയും ചെയ്യുന്നു. അവളെയും കൂട്ടി ഹിമാലയ സാനുക്കളിലൂടെ യാത്ര തുടരുന്ന സമയത്ത് ശിവനും പാർവതിയും വേഷം മാറി ഒരു വഴിയിലിരുന്ന് ചൂത് കളിക്കുന്നതിനിടയിലേക്ക് എത്തിപ്പെട്ടു. അവർ വന്നത് ഇഷ്ടപ്പെടാതിരുന്ന ശിവഭഗവാൻ ഈ വഴി വന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് ഇന്ദ്രദേവനോട് ചോദിക്കുകയും അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്യുന്നു. അവസാനത്തിൽ ശിവഭഗവാൻ മറ്റു 4 ഇന്ദ്രന്മാരെ കൂടി ഇന്ദ്രന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ശിവൻ നിസാരക്കാരനല്ല എന്നു മനസ്സിലായ ഇന്ദ്രൻ ശിവനെ വണങ്ങുന്നു. അപ്പോൾ കോപമടങ്ങുന്ന ശിവൻ ഈ 5 ഇന്ദ്രന്മാരും പാണ്ഡവൻ്റെ പുത്രന്മാരായി ജനിക്കുമെന്നും അവരുടെ ഭാര്യയായി ഇന്ദ്രസേന വരുമെന്നും പറഞ്ഞ് വരം നൽകുന്നു. അത് സംഭവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മഹാഭാരത കഥ ഇതിൻ്റെ ഭാഗമാണ്. പഞ്ചപാണ്ഡവന്മാർ പാണ്ഡുപുത്രനായിട്ട് ജനിക്കുകയും ദ്രൗപദിയെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ദ്രസേനയുടെ ആ വരം 5 ഭർത്താക്കന്മാരായി പഞ്ചപാണ്ഡവർമാർ വരുന്നതിലൂടെ ശിവഭഗവാൻ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇതാണ് പഞ്ചേന്ദ്രോപാഖ്യാനം കഥ. പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായ പാഞ്ചാലിയുടെ സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് നമ്മുടെ അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. വിവാഹാഘോഷങ്ങൾക്കിടയിലുണ്ടാകുന്ന സദ്യവട്ടങ്ങളുടെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ വിഭവങ്ങളുടെ വിശദീകരണവും വിളമ്പുകാരുടെ കൊതിയും അവരുടെ ധൃതിയും ഒക്കെ തന്നെ ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണപ്പുരയിലുണ്ടാകുന്ന ആ ബഹളങ്ങളും എത്ര കഴിച്ചാലും ആർത്തി തീരാത്ത കുറേ ആളുകൾ ചുറ്റിലുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ വളരെ ചടുലമായ താളത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി നമുക്ക് വരികൾ നോക്കാം.
നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിൻ നീർ നല്ല പാലും തരിമ്പും സംശയമെന്നെ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കരപ്പേരികൾ നല്ല ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം പ്രഥമനങ്ങ് 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം തൊയ്രുമോരുമെന്നു വേണ്ട പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. സദ്യക്കുള്ള വിഭവങ്ങളുടെ ഒരു വലിയ വിവരണം തന്നെ നമുക്ക് ഈ വരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ചോറും നെയ്യും നേന്ത്രപ്പഴവും വണ്ണൻ പഴവും കണ്ണൻ പഴവും കാളിപ്പഴവും പഞ്ചസാര കുളവും ഒപ്പം തന്നെ തേനും പപ്പടവും ഇഞ്ചിമാങ്ങ നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പ് പച്ചടിച്ചാറ് കരിമ്പിന്നീര് നല്ല പാല് ഇങ്ങനെ എന്തു വേണമെങ്കിലും ഉള്ള ഒരു വലിയ സദ്യയാണ് അവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഈ വരികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വറുത്തുപ്പേരി ശർക്കരപ്പേരി ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എന്നാണ് പറയുന്നത്. തുമ്പപ്പൂവിൻ്റെ നിറമാണല്ലേ ഉപ്പിന്. ആ നിറത്തിൻ്റെ സാദൃശ്യകൽപ്പന നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 4 കൂട്ടം എരിശ്ശേരിയുണ്ട്, 5 കൂട്ടം പ്രഥമനുണ്ട്, പുളിശ്ശേരിയുണ്ട്, തൈരും മോരുമുണ്ട്. പിന്നെന്താ, അത് കൂടാതെ പല ബഹളങ്ങളും അവിടെ നടക്കുന്നുണ്ട് അല്ലേ. ഭക്ഷണം കഴിക്കാനിരിക്കുന്നിടത്ത് ഉണ്ടാകുന്ന ശബ്ദ കോലാഹലങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഒരു സൈഡിൽ നിന്ന് സാധനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു, കഴിക്കുന്നവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കുന്ന വിളമ്പുകാർ ദഹനപ്പുരയിലേക്ക് വിളിച്ചു പറയുന്നുണ്ട്, പുതിയ പുതിയ വിഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ നിറഞ്ഞ ഘോഷമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ആ സദ്യവട്ടത്തിൻ്റെ ഒരു തിക്കും തിരക്കും ഒക്കെ തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്താണ്, എത്ര കഴിച്ചാലും മതി വരാത്ത വയറുമായി വന്നിട്ടുള്ള ധാരാളം ആളുകളും അക്കൂട്ടത്തിലുണ്ട് എന്ന് നമ്മുടെ സദ്യയുടെ ആ ഒരു വലിപ്പത്തെയും അതുപോലെ തന്നെ വിഭവങ്ങളുടെ ആ എണ്ണത്തെയും ഒക്കെ കാണിക്കാനായിട്ട് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നീ വരികളിലൂടെ മനസ്സിലാവാണ്. എന്നിട്ട് എന്താ പറയുന്നത്, അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. കുറച്ചൊന്നല്ല അവരത് ഭുജിക്കുന്നത് കഴിക്കുന്നത്, പിന്നെ എങ്ങനെയാണ്, കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും. നമ്മൾ പറയില്ലേ കഴുത്ത് വരെ നമ്മൾ കഴിച്ചു, എന്നിട്ടും എന്താണ് വിഭവങ്ങൾ കാണുമ്പോൾ വീണ്ടും കഴിക്കാൻ തോന്നുന്നു എന്ന ആ ഒരു പ്രയോഗം നമുക്കവിടെ കാണാം. എത്ര കവിഞ്ഞാലും എത്ര തിന്നാലും മതി വരാത്ത ആർത്തിയുള്ള ആ ജനങ്ങളുടെ ഒരു സ്വഭാവത്തെ ആ വരികളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ നേർക്ക് പിടിച്ചൊരു കണ്ണാടിയായിട്ടാണ് ഈ വരികളെ കാണുക. കാരണം എന്താണ്, എത്രമാത്രം തിന്നാലും മതിയാകാത്ത അല്ലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന ആളുകൾക്ക് എതിരെയുള്ള ഒരു വിമർശനം കൂടിയാവുകയാണ് ഈ കവിത എന്നുള്ളതാണ്. ആളുകൾ അല്പമല്ല ഭുജിക്കുന്നത്, അനാവശ്യത്തിനും ആർത്തിക്കും അത്യാഗ്രഹത്തിനും ഒക്കെ തന്നെ അവിടെ പ്രാധാന്യമുണ്ട് അല്ലെ. ഇപ്പോൾ വന്ന് ഈ സദ്യയിൽ നിന്ന് വയറ് നിറച്ച് കഴിച്ചാൽ ഒരു പക്ഷേ ഇനി കുറേ സമയത്തേക്ക് കഴിക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് കഴിക്കുന്നവരെ പോലും അവിടെ കാണാം. അവർക്ക് നേരെയുള്ള വിമർശനത്തിൻ്റെ കൂരമ്പുകൾ കൂടിയാണ് ഈ കവിത എന്ന് നമുക്ക് പറയാൻ കഴിയും.